നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ കേക്ക്. എന്നാൽ ഈ കേക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റിൽ വീട്ടിൽ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും എന്ന് നോക്കാം. അതിനായി നമുക്ക് ബിസ്ക്കറ്റ് ആവശ്യമാണ്. ഞാനിവിടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് പാർലെ മേരി ബിസ്ക്കറ്റും മറ്റൊന്ന് ബ്രിട്ടാനിയ മേരി ബിസ്ക്കറ്റും. രണ്ടും ടേസ്റ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിലത്തെ ഏത് ഉപയോഗിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടേക്ക് ഒരു മിനിമം 18 ബിസ്ക്കറ്റെങ്കിലും വേണം. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അതായത് ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയ്ക്ക് ഉയരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. അതായത് 2 കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞതാണ്. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിരിക്കണം. അതുപോലെ 2 കപ്പും വേണം. പഞ്ചസാര 2 സ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 100 ഗ്രാം, ബട്ടർ 50 ഗ്രാം, വാനില എസൻസ് 1 സ്പൂൺ. നമുക്കിനി ഇതെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യാണ്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. എനിക്ക് ഇത്തിരി മധുരം കുറവുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. മധുരം ഉള്ളതാണെങ്കിൽ 1 സ്പൂണൊക്കെ മതി. അത് ഒട്ടും തന്നെ ഈ പൈനാപ്പിളിന് മധുരമില്ല. ഞാനിനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പം വെച്ച് കത്തിച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വേവേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കാം. വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുക്കണ നേരം കൊണ്ട് നമുക്കിതിലേക്ക് ബട്ടർ ഒന്ന് ഉരുക്കി വയ്ക്കാം. ബട്ടർ വേണമെന്ന് നിർബന്ധമില്ല. അതിലേക്ക് നെയ്യായാലും മതി. അതായത് 50 ഗ്രാം നെയ്യോ അല്ലെങ്കിൽ 50 ഗ്രാം ബട്ടറോ നമുക്ക് ഈ സമയത്ത് ഉരുക്കിയെടുക്കാം. ഞാൻ അമുലിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബട്ടറൊക്കെ ഉരുകി റെഡിയായി. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ ഇതുപോലെ തണുത്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അരിച്ചെടുക്കണം. അതായത് പൈനാപ്പിൾ ആ സിറപ്പിൽ നിന്ന് അരിച്ചെടുത്ത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കത് മാറ്റി വയ്ക്കണം. പൈനാപ്പിളിൻ്റെ സിറപ്പൊക്കെ പിഴിഞ്ഞതിന് ശേഷം പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറിലേക്ക് പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഉരുക്കി വെച്ച ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 വട്ടമായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് 100 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യല്ല, നന്നായിട്ടൊന്ന് അടിച്ച് ഒരു പതപ്പി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര മുട്ടയിൽ അടിച്ച് പതപ്പിക്കുമല്ലോ, അതുപോലെ നമുക്ക് ഇതും ചെയ്യണം. ഇത് മുട്ടയ്ക്ക് പകരം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് അടിച്ച് റെഡിയാക്കാം.
സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ക്രീം കളറായിട്ട് നമുക്ക് കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കണ പൈനാപ്പിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൈനാപ്പിളിൻ്റെ സിറപ്പൊക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിൾ വേവിച്ചത് മാറ്റി വെച്ചിരുന്നല്ലോ, അത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ കൊള്ളുന്ന ഒരു ട്രേ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ബട്ടർ പേപ്പറിൻ്റെ മേലെയാണ് നമ്മൾ ബിസ്ക്കറ്റുകൾ അടക്കി വെക്കുന്നത്. അതായത് ബിസ്ക്കറ്റ് നമ്മൾ സിറപ്പിൽ മുക്കിയതിന് ശേഷം ഓരോ ലെയറായിട്ട് വെക്കും. അപ്പോൾ നമുക്ക് എത്ര മാത്രം കേക്കിന് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നമ്മൾ ബിസ്ക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഞാനൊരു 30 ബിസ്ക്കറ്റോളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കത് ഒരു സിറപ്പിൽ, അതായത് നമ്മൾ അവിടെ ഒരു പൈനാപ്പിളിൻ്റെ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സിറപ്പിലേക്ക് നമുക്ക് ബിസ്ക്കറ്റുകളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ 4 സ്റ്റെപ്പായിട്ടാണ് ബിസ്ക്കറ്റ് വെക്കുന്നത്. അതായത് 6 ബിസ്ക്കറ്റ് ഒരു സ്റ്റെപ്പിൽ, പിന്നത്തെ സ്റ്റെപ്പിലാണ്, അങ്ങനെ ഞാൻ 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. പിന്നെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനും കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 30 ബിസ്ക്കറ്റ് എടുക്കുന്നത്. ഞാൻ ആദ്യം 6 എണ്ണം ഈ പാത്രത്തിൽ സിറപ്പിലേക്ക് ഇടുകയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് അത് ഈ സിറപ്പിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിരണം, ഒരുപാട് കുതിരരുത്. അപ്പോൾ നമുക്ക് ഇത് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പൊടിയാത്തൊരു അവസ്ഥയിൽ നമുക്ക് അതിലിട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറിൽ നിരത്താം. നാളെ എൻ്റെ മോളുടെ പിറന്നാളിന് ഉണ്ടാക്കുന്ന കേക്കാണിത്. മോൾ ഹോസ്റ്റലിലാണ് എങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ ഇന്നേ തന്നെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ 6 ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 6 ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ട് ഈ സിറപ്പിലേക്ക് ഇട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ നെയ്യിൽ പൈനാപ്പിൾ ആഡ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് അതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് കവർ ചെയ്യാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. പൈനാപ്പിൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നെയ്യും പൈനാപ്പിളും വാനില എസൻസും കൂടിയിട്ടുള്ള കൂട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് നിരത്താം. എല്ലാം ഫുള്ളായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാം. ഫുള്ളായി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 6 ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് നിരത്താം. ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് നമുക്കത് നിരത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ പൈനാപ്പിൾ കൂട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ബിസ്ക്കറ്റ് ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ കൂട്ട്, അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ്, അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ, അങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം.
24 ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിലേക്ക് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നതൊക്കെ സ്വല്പം ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് ഫില്ല് ചെയ്യുകയും ചെയ്തു. നമുക്കിനി ഇത് സെറ്റാവാനായിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടതുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് പൗഡറിൽ നിന്ന് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി കാണുക. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെക്കാം. നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണിത്. ഇത് സെറ്റായി കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വിപ്പിംഗ് ക്രീം ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു 10 മിനിറ്റൊക്കെ നമുക്ക് വെച്ചാൽ മതിയാവും. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നവംബർ 2-ാം തീയതി എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. നവംബർ 2-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നവംബർ 13-ാം തീയതി എൻ്റെ ചേട്ടൻ്റെ മോള് അഭിനിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്കും ഞാൻ ഈ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ലെയറുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൽ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് ചെയ്ത് മറ്റുള്ള കേക്കുകളുടെ പോലെ അത്ര ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ബിസ്ക്കറ്റ് പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.